വെൽക്കം ബാക്ക് ടു പ്രിൻസ് കിഡ്സ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഫ്ലാപ്പി ബേർഡിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് അടുത്ത് നമ്മുടെ മുമ്പിലുള്ളത് ആ പൈപ്സിൻ്റെ മൂവ്മെൻ്റ് ആണ്. സോ ഫ്ലാപ്പി ബേർഡ് ഗെയിം നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആക്ച്വലി ഹൊറിസോണ്ടലി മൂവ്മെൻറ്റ് നടത്തുന്ന ഏത് ഒബ്ജക്റ്റാണ്. അത് ആക്ച്വലി നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഫ്ലാപ്പി ബേർഡിൻ്റെ ഹെഡാണെന്ന് തോന്നും. കാരണം എന്താണ്, ഫ്ലാപ്പി ബേർഡിൻ്റെ ഹെഡ് മൂവ് ചെയ്ത് ഹൊറിസോണ്ടലി മുന്നോട്ട് പോകുന്ന പോലെയാണ് ആ ഗെയിം പ്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന പൈപ്സാണ് മൂവ് ആവുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന പൈപ്സ് മൂവ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ആംഗ്രി ബേർഡ് മുന്നോട്ട് പോകുന്ന പോലെയുള്ള ഫീൽ വരുന്നത്. ഉദാഹരണത്തിന് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയകാല സിനിമകളിൽ നമുക്കൊരിക്കലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്യാമറ ആ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. സോ അവിടെ എന്താണ് ചെയ്തത്, അവിടെ സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു കാറ് കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു ട്രാവൽ ചെയ്യണ ഇമേജോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണ വീഡിയോസോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ ഒരു ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ്, ആ ഒരു കാറ് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, സോ ഇതേ രീതിക്കകത്ത് നമുക്ക് ഹൊറിസോണ്ടലി ലെഫ്റ്റിലേക്ക് മൂവ്മെൻറ്റ് നടത്തുന്ന പൈപ്സിനെയാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം പൈപ്പിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യം ഇവിടെ ഒരു എംപ്റ്റി ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ഞാൻ പൈപ്പിന് പേര് കൊടുക്കുകയാണ്. പ്രൊജക്റ്റിനകത്ത് ഫസ്റ്റ് ഒരു പൈപ്പ് ഞാൻ അതിനകത്തേക്ക് കൊണ്ടിടാണ്. നേരത്തെ ഞാൻ സ്ക്വയർ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, നമുക്കൊരു മുകളിൽ മാത്രമല്ല പൈപ്പ് ഉള്ളത്, താഴെയും പൈപ്പുണ്ട്. രണ്ട് പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ ഫ്ലാപ്പി ബേർഡ് മൂവ്മെൻറ്റ് നടത്തുന്നത്. സോ ഇതിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. ടോപ്പ് പൈപ്പ്, നമുക്ക് ആ പൈപ്സിനെ റീനെയിം ചെയ്യാം. സിമ്പിൾ നെയിമിംഗ് ആണ്. ഓക്കെ, നമ്മൾ ആ പൈപ്സിനെ ടോപ്പ് പൈപ്പിൽ നിന്നും ഡൗൺ പൈപ്പിൽ നിന്നും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സോ ഫ്ലാപ്പി ബേർഡിൻ്റെ ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ എംപ്റ്റി ഗെയിം ഒബ്ജക്റ്റ് ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ ഡയറക്റ്റ്ലി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യായിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം ഒബ്ജക്റ്റ് എംപ്റ്റി ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് രണ്ട് പൈപ്സ് അറ്റാച്ച് ചെയ്യണം. ഇതെന്തിനാണ് ഞാൻ ചെയ്തത്, ഇത് ആക്ച്വലി ആ ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഒരൊറ്റ അടിക്ക് ആ പൈപ്പ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെയുള്ള അതിൻ്റെ ചൈൽഡും മൂവ് ആകും. അതുപോലെ തന്നെ റൊട്ടേഷനും, നമ്മളിത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും അതിനനുസരിച്ച് തന്നെ ആ ഒരു പൈപ്പും റൊട്ടേറ്റ് ആവും. സോ ഈ രണ്ട് പൈപ്പിനും പ്രത്യേകത ഉണ്ട്. എന്താ, ഈ പൈപ്പിനകത്ത് ബേർഡിൻ്റെ ഹെഡ് ഇടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റണം. സോ നമുക്കവിടെ കൊളൈഡർ ആഡ് ചെയ്യണം. ഏത് ടൈപ്പ് ഓഫ് കൊളൈഡറായിരിക്കും അവിടെ ആഡ് ചെയ്യേണ്ടത്? യെസ്, ബോക്സ് കൊളൈഡർ 2D. നമ്മൾ ടോപ്പ് പൈപ്പ് സെലക്ട് ചെയ്യാം, ബോക്സ് കൊളൈഡർ 2D സെലക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡൗൺ പൈപ്പിനകത്തും നമ്മളത് വെച്ചിട്ടുണ്ട്. സോ പൈപ്പ് നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൈപ്പിന് മൂവ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഫ്ലാപ്പി ബേർഡിനകത്ത് പൈപ്സ് ജനറേറ്റ് ആയതിനു ശേഷം അത് ഈ ഒരു ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെൻ്റ് ഉണ്ടാവും. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. പൈപ്പ് സെലക്ട് ചെയ്യുക, സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സ്ക്രിപ്റ്റ് നമുക്ക് ഇവിടെയും ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ പ്രോജക്റ്റ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. കമ്പൈനിങ് സ്ക്രിപ്റ്റ് എന്നുള്ളൊരു ലോഡിംഗ് സ്ക്രീൻ അവിടെ കാണാം. അത് ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പൈപ്പ് മൂവ്മെൻറ്റ് ആ ഒരു പൈപ്പ് ഒബ്ജക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ആ ഒരു നേരത്തെ കാണിച്ച പോലൊരു എറർ ബഗ് വരും. സോ നമുക്ക് ഹൈപ്പ് മൂവ്മെൻറ്റ് സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്യാം.
ഓക്കെ, പൈപ്പ് മൂവ്മെൻറ്റ് എന്ന സ്ക്രിപ്റ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ, ജനറേറ്റ് ആവുന്ന പൈപ്പ്സ് ഈ ഒരു ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവും. സോ അപ്ഡേറ്റിനകത്താണ് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ. നമ്മളിങ്ങനെ ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ വെക്കുന്നത് നമുക്ക് ഈ ഒരു പൊസിഷനാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് വെക്റ്റർ 3 ആണ്. ഇതിന് 3 വേരിയബിൾസ് ഉണ്ട്. എക്സിലേക്കും വൈയിലേക്കും ഇസഡിലേക്കും ഇതിന് വാല്യൂസ് ഉണ്ട്. സോ അത് വെക്റ്റർ 3 ആണ്. സോ ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ആവണം, അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവണം. ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ പ്ലസ് വെക്റ്റർ 3 ഡോട്ട് ലെഫ്റ്റ്. സോ ഇവിടെ എന്ത് പറ്റും, ഓരോ ഫ്രെയിമിനകത്തും ഇപ്പോഴുള്ള പൊസിഷൻ്റെ കൂടെ ലെഫ്റ്റിലേക്ക് ഓരോരോ പൊസിഷൻസ് ആഡ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. നമുക്ക് പൈപ്പിൻ്റെ മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പൈപ്പിനെ നമുക്ക് കുറച്ചങ്ങോട്ട് നീക്കി വയ്ക്കാം. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വളരെ സ്പീഡിനകത്ത് നമ്മുടെ പൈപ്പ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സോ നമ്മൾ കണ്ടു, നമ്മൾ ജസ്റ്റ് ആ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പൈപ്പ് വളരെ സ്പീഡിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും സ്പീഡിനകത്ത് ലെഫ്റ്റിലേക്ക് മൂവ്മെൻറ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടു. സോ നമുക്ക് അതിൻ്റെ സ്പീഡ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. സോ അതിനായിട്ട് ഞാനിവിടെ ഫ്ലോട്ട് മൂവ് സ്പീഡ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഇത് വെക്റ്റർ 3 ഡോട്ട് ലെഫ്റ്റിൻ്റെ കൂടെ ഞാൻ ആ ഒരു മൂവ് സ്പീഡ് മൾട്ടിപ്ലൈ ചെയ്യണം. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് സ്പീഡ് കുറയ്ക്കുക, അത് ആക്ച്വലി സ്പീഡ് കൂടുതലാണ്. ആക്ച്വലി ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമല്ല, ഒരു യൂസ് ഉണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ അതിലധികമോ നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ കൂടും. ഇപ്പോൾ ഒരു വാല്യൂവിനെ എക്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്ത് തന്നെ ആക്കി വെച്ചോളൂ, എക്സിൻ്റെ കൂടെ ഇൻറ്റു 1 ഓർ അതിലധികം ഒന്നിനേക്കാൾ കൂടുതലുള്ള എത്ര നമ്പർ ആണെങ്കിലും എക്സിൻ്റെ വാല്യൂ ഒരുപാട് കൂടും. ഇൻ കേസ് നമ്മൾ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒന്നിനേക്കാൾ കുറവുള്ള വാല്യൂ ആണെന്ന് ചോദിച്ചോ. ഓക്കെ, ഞാൻ 10 എന്ന നമ്പറിനെ ഞാൻ ഇൻറ്റു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 50 ആവും. 10 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 10, അവിടെയാണ് ആ പോയിന്റ്. ഇനി 10 ഇൻറ്റു 0.5 അതിൻ്റെ വാല്യൂ 5 ആണ്. ഇപ്പം ഈ ഒരു സ്പീഡിൻ്റെ കണക്കെടുക്കുന്ന സമയത്ത് നമ്മൾ ആ വാല്യൂവിനെ ഒന്നിനേക്കാളും താഴെയുള്ള വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ ഡിക്രീസ് ആവും. സോ അവിടെ ഞാൻ പബ്ലിക് കൊടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. സോ പബ്ലിക് ഫ്ലോട്ട് മൂവ് സ്പീഡ് ഒരു വാല്യൂ വന്നിട്ടുണ്ട് അവിടെ 0.01. ഓക്കെ, ഈ ഗെയിം ഒന്നൊരു കളിച്ച് നോക്കാം. സ്പീഡ് വളരെ കുറവാണ്. സോ ഞാൻ ചേഞ്ച് ആക്കിയിട്ട് 0.1 ഇട്ട് കൊടുത്തു. കുഴപ്പമില്ല, നമുക്കത് 0.2 എന്നുള്ള വാരിയബിൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആണെന്ന് തോന്നുന്നു. 0.25. സോ നമുക്ക് തൽക്കാലം ഇതിൻ്റെ വാല്യൂ 0.25 തന്നെ വയ്ക്കാം. സോ പൈപ്പിൻ്റെ വാല്യൂ 0.25 എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. സോ ഈ സ്ക്രിപ്റ്റിനകത്ത് ഒരു ഹിഡൻ മിസ്റ്റേക്ക് ഉണ്ട്, ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് ഈ സ്ക്രിപ്റ്റിനകത്ത്. ആക്ച്വലി നമ്മൾ വോയിഡ് അപ്ഡേറ്റ് എന്ന് വെച്ച് കൊടുക്കുന്നത്, വോയിഡ് അപ്ഡേറ്റ് ഓരോ സിസ്റ്റത്തിനെയും സ്പെസിഫൈ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് എല്ലാ ഫ്രെയിമിലും അപ്ഡേറ്റ് ഓരോ പ്രാവശ്യം വിളിക്കും. സോ നമ്മൾ സ്പെക്ക് കുറഞ്ഞ വളരെ ഒരു ലോ ഫോണിലാണ് കളിക്കുന്നതെങ്കിൽ അപ്ഡേറ്റിൻ്റെ വാല്യൂ ഒരു സെക്കൻഡിൽ വിളിക്കുന്ന അപ്ഡേറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. സോ നമ്മുടെ പൈപ്പ് അവിടെ ഈ ഒരു ഗെയിം സിനാരിയോയിൽ പൈപ്പ് വളരെ പയ്യെ പോകുന്നുള്ളൂ. കാരണം എന്താ, അത് ഓരോ പ്രാവശ്യം വളരെ ഒരു സെക്കൻഡിൽ 10 പ്രാവശ്യം വിളിക്കുന്നുള്ളെങ്കിൽ ഇത് വളരെ പയ്യെയാണ് മൂവ്മെൻറ്റ് നടക്കുള്ളൂ. പക്ഷേ നമ്മളൊരു സാംസങ് S23 അൾട്ര അതുപോലെ വളരെ
സ്പെക്ക് കൂടിയൊരു ഫോണിലാണ് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഈ പൈപ്പ് പാസ് ചെയ്തു പോകും. കാരണം എന്താണ്, അപ്ഡേറ്റ് വിളിക്കുന്നത്, അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഓരോ ഡിവൈസ് സ്പെസിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അത് ഫ്രെയിം റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിംസിൻ്റെ ഇഷ്യൂസ് പരിഹരിക്കാനായിട്ട് നമുക്ക് ഫിക്സ്ഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂണിറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. സോ വോയിഡ് ഫിക്സ്ഡ് അപ്ഡേറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കാർ ഗെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ കാർ ഗെയിമിനകത്തുള്ള സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു S23 അൾട്ര ഉപയോഗിക്കുന്ന ആൾ, ഒരു നോർമൽ ഫോൺ, ഒരു താഴെയുള്ള ഫോൺ ഉപയോഗിക്കുന്ന ആൾ നമ്മൾ റേസ് വെച്ചാൽ എങ്ങനെ എത്ര ഭംഗിയായിട്ട് കളിച്ചാലും S23 അൾട്ര ഉള്ള ആൾ വിജയിക്കും. കാരണം എന്താ, അയാൾക്ക് അത്രയും സ്പെക്ക് കൂടിയ ഫോണാണ്. സോ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സ്ഡ് അപ്ഡേറ്റിൻ്റെ അകത്താണ്. ഓക്കെ, സോ ഇത് ഇങ്ങനെ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യാം ഫിക്സ്ഡ് അപ്ഡേറ്റിനകത്ത്. സോ ഫിക്സ്ഡ് അപ്ഡേറ്റിനകത്താണ് ഒരു ഗെയിമിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഫിസിക്സ് ഓപ്പറേഷൻസും നമ്മൾ വിളിക്കുന്നത്. സോ ഓരോ ഫിസിക്സ് സൈക്കിളിലും ഓരോ പ്രാവശ്യമാണ് ഫിക്സ്ഡ് അപ്ഡേറ്റ് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്ഡേറ്റും ഫിക്സ്ഡ് അപ്ഡേറ്റും നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ വ്യത്യാസം നമുക്ക് തോന്നില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിലേക്ക് ബിൽഡ് എടുക്കുന്നതാണല്ലോ. സോ ആ സമയത്ത് അത് ഒരു വ്യത്യാസമായിട്ട് വരും. ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ഡേറ്റ് ആൻഡ് ഫിക്സ്ഡ് അപ്ഡേറ്റ് എന്നുള്ളത്. സോ ഇത് വളരെ കാര്യത്തിൽ എടുക്കേണ്ട കാര്യമാണ്. സോ നമ്മളത് അപ്ഡേറ്റിനകത്ത് മാറ്റിയിട്ട് ഫിക്സ്ഡ് അപ്ഡേറ്റിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പൈപ്പിൻ്റെ മൂവ്മെൻറ്റ് ഏറെക്കുറെ കറക്റ്റായിട്ടുണ്ട്. സോ ഇനി എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? നമുക്ക് ഒരു പൈപ്പ് മാത്രം പോയാൽ പോരാ, ശരിയല്ലേ? നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൈപ്പ്സ് ആ ഫ്ലാപ്പി ബേർഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ ആ മൂവ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗെയിം പ്ലേയും കറക്റ്റ് ആവും. സോ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഞാനൊരു പൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കൺട്രോൾ കോപ്പി കൺട്രോൾ പേസ്റ്റ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി 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 വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകും. അങ്ങനെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം അത് ചെയ്യേണ്ടി വരും? ഇതൊരു ഇൻഫിനിറ്റ് ലെവൽസുള്ള ഗെയിമാണ്. സോ എത്ര പ്രാവശ്യം ഞാൻ ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടി വരും? സോ ഞാനിവിടെ ഇത്രയും ഒബ്ജക്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 10-15 ഗെയിം സെറ്റ് ഹൈപ്സിൻ്റെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഒരു വൈപ്പ് കഴിഞ്ഞു, രണ്ടാമത്തത് കഴിഞ്ഞു. ഇതൊരു ഇൻഫിനിറ്റ് റണ്ണർ ഗെയിം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പൈപ്പ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൈപ്പിനെ പിടിച്ചിട്ട് ഗ്യാരേജിലേക്ക് മാറ്റാം. നമ്മുടെ ഗ്യാരേജ് എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസ് എവിടെയാണ്? പ്രോജക്റ്റ് ഫോൾഡറാണ്. സോ ഇവിടെ ഞാൻ പ്രിഫാബ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ പ്രിഫാബിനകത്ത് ഞാൻ പൈപ്പ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. സോ ഇവിടെയുള്ള പൈപ്പ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ്. നമ്മുടെ ഗെയിം എടുക്കാം. ഞാനിവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പ്രൊജക്റ്റ് ഫോൾഡറിനകത്തുനിന്ന് ഗെയിംസ് ഞാനിവിടേക്ക് മാറ്റിയിടുന്നുണ്ട്. സോ പൈപ്പ് ഞാനിവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. സോ ഞാൻ പൈപ്പിനെ ഓരോ പ്രാവശ്യം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തും ഓരോ പ്രാവശ്യം ഞാൻ പൈപ്പിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുന്ന സമയത്തും
അത് നമ്മുടെ ഗെയിമിനകത്ത് കൂടെ വരുന്നുണ്ട്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്കിവിടെ ഒരു ഗെയിം സീൻ ഉണ്ട്. നമ്മുടെ ഗ്യാരേജിൽ ഇരിക്കുന്ന പൈപ്പ് ഓരോ പ്രാവശ്യം ഞാൻ എടുത്ത് നമ്മുടെ ഗെയിം സീനിനകത്തേക്ക് ഞാൻ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഓരോ ഇൻ്റർവെലിനകത്ത് നമുക്ക് പൈപ്പ്സ് ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, സോ ഇത് ഞാനൊന്ന് സ്ക്രിപ്റ്റിനകത്ത് എഴുതി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സോ ഞാനിവിടെ ഒരു empty ഗെയിം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പൈപ്പ് മാനേജർ, പൈപ്പ് മാനേജറിനകത്ത് ഞാനൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. പൈപ്പ് മാനേജറാണ് നമുക്ക് അവിടേക്ക് ആഡ് ചെയ്യേണ്ടത്. സോ പൈപ്പ് മാനേജർ ആഡ് ചെയ്യാം. സോ പൈപ്പ് മാനേജറിനകത്ത് നമുക്ക് ആദ്യമേ അകത്ത് നമ്മുടെ ഗ്യാരേജിനകത്ത് കിടക്കുന്ന ഗെയിം ഒബ്ജക്റ്റിനെ നമുക്ക് വിളിക്കണം. സോ പബ്ലിക് ഗെയിം ഒബ്ജക്റ്റ് പൈപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്ഡേറ്റിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ പൈപ്പ് ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഗെയിം ഡെവലപ്പേഴ്സിന് ഒരു പുതിയൊരു കാര്യത്തിന്, ഇപ്പോൾ നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ എല്ലാ വാല്യൂസും നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട്. ഇനി നമ്മൾ ആ ഒരു ക്രിയേഷൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഏതൊരു ഗെയിം ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോഡാണ് ഇൻസ്റ്റാൻഷിയേറ്റ്. സോ ഇൻസ്റ്റാൻഷിയേറ്റ് പൈപ്പ് ഒബ്ജക്റ്റ്. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ഫോം ഡോട്ട് റൊട്ടേഷൻ. ശരി, സോ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ഡേറ്റിനകത്ത് നമ്മൾ സ്ക്രിപ്റ്റിനോട് പറയുകയാണ് നമുക്കൊരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഒബ്ജക്റ്റ് ഏതാണ് ഉണ്ടാക്കേണ്ടത്, പൈപ്പ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ ആ ഒബ്ജക്റ്റിൻ്റെ ക്ലോൺ ആണ് ഉണ്ടാക്കേണ്ടത്. സോ പൊസിഷനും റൊട്ടേഷനും ഈ ഗെയിം ഒബ്ജക്റ്റ് പൈപ്പ് മാനേജർ എവിടെയാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പൊസിഷനിലും അതിൻ്റെ റൊട്ടേഷനിലും വരട്ടെ. സോ അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഗെയിം സീനിനകത്തേക്ക് പോകാം. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഹൈറാർക്കിയിൽ നിന്നാണ് ഒരു ഒബ്ജക്റ്റ് വലിച്ച് നമ്മൾ സ്ക്രിപ്റ്റിനകത്തേക്ക് ഇടുന്നത്. ഇവിടെ ഒരു ചെറിയ തിരുത്തുള്ളത്, നമ്മൾ പ്രിഫാബിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈപ്പ് എന്നുള്ള ഒബ്ജക്റ്റാണ് നമ്മളിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ഒരുപാട് കോപ്പീസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒബ്ജക്ട്സ് നമ്മൾ ഇങ്ങനെയാണ് പ്രിഫാബായിട്ട് സേവ് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ അപ്ഡേറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ഡസൻ കണക്കിന് പൈപ്പ്സ് നമുക്ക് ജനറേറ്റ് ആയിട്ട് വരുന്നത് കാണാം. ഇപ്പോൾ ഒരു മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പൈപ്പ്സ് നമ്മളിപ്പോൾ പ്ലേ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ജനറേറ്റ് ആവും. സോ നമ്മുടെ ഫസ്റ്റ് ആ ഒരു ആശയം നടന്നിട്ടുണ്ട്, നമുക്ക് പൈപ്പ്സ് ജനറേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല ജനറേറ്റ് ആവേണ്ടത്. പക്ഷെ എങ്ങനെയാണ്, നമുക്കൊരു കൃത്യമായ ഇൻ്റർവെലിനകത്ത് മാത്രം ഇത് ക്രിയേറ്റ് ചെയ്യാൻ മതി. ഇപ്പോൾ നമുക്ക് മില്യൺസ് ആൻഡ് മില്യൺസ് പൈപ്പ്സ് ഒരൊറ്റ സ്ട്രെച്ചിനകത്ത് ഇങ്ങനെ ക്രിയേറ്റ് ആയി പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെയാണോ വേണ്ടത്? അല്ല, നമുക്ക് കൃത്യമായ ഇടവേളകൾ വേണം നമ്മുടെ പൈപ്പിനിടയിൽ. അത് ഫിക്സ്ഡും ആയിരിക്കണം. മാത്രമല്ല ഈ പൈപ്പിൻ്റെ ഇടയിൽ നല്ലൊരു ഗ്യാപ്പും വേണം. സോ നമുക്കൊരു ഫിക്സഡ് ടൈം ഇൻ്റർവെലിനുള്ളിൽ ഒരു പൈപ്പ് ജനറേറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ നേരത്തെ പഠിച്ചു അപ്ഡേറ്റിനകത്തല്ല ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്, ഫിക്സ്ഡ് അപ്ഡേറ്റിനകത്താണ്. സോ ആ ടൈം ഇൻ്റർവെൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. പബ്ലിക് ഫ്ലോട്ട് കറണ്ട് കൗണ്ട് is equal to 0 and public float
maximum count is equal to 0. സോ നമ്മൾ ഓരോ പ്രാവശ്യം അപ്ഡേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ആ ഒരു ഐട്രേഷൻ അതോടെ കടന്നു പോകുമ്പോഴും കറണ്ട് കൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ ഓരോന്ന് വീതം ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ മാക്സിമം കൗണ്ട് വാല്യൂ 0 എന്നുള്ളതിന് പകരം ഞാൻ 10 എന്നാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓരോ ഐട്രേഷനകത്തും വരുമ്പോഴും നമ്മൾ കറണ്ട് കൗണ്ട് ഈക്വൽ ടു കറണ്ട് കൗണ്ട് പ്ലസ് 1. അതിനുശേഷം ഈ കറണ്ട് കൗണ്ടിൻ്റെ നമ്പർ നമ്മുടെ കയ്യിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള മാക്സിമം കൗണ്ടിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രം ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്താൽ മതി എന്നുള്ള കോഡിലേക്ക് ഞാൻ കൊടുക്കാം. ഇഫ് കറണ്ട് കൗണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം കൗണ്ട് എങ്കിൽ മാത്രം ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാം. സോ ഇവിടെ എന്താ സംഭവിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മാക്സിമം കൗണ്ട് വാല്യൂ 10 ആണ്. സോ 10 എന്നുള്ള വാല്യൂ അവിടെ എടുത്ത് വെച്ചേക്കാം. നമ്മുടെ കറണ്ട് കൗണ്ട് നിലവിൽ സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്. സോ ഫിക്സ്ഡ് അപ്ഡേറ്റിനകത്ത് ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ 0 is equal to 0 plus 1. സോ കറണ്ട് കൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ 1 എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കും. 1 10നേക്കാളും വലുതാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇൻസ്റ്റാൻഷിയേറ്റ് ഓപ്പറേഷൻ നടക്കാതെ പോകും. നമ്മൾ അടുത്ത പ്രാവശ്യം പിന്നെയും വരും. പിന്നെയും വന്നു കഴിയുമ്പോൾ കറണ്ട് കൗണ്ടിൻ്റെ വാല്യൂ 1 കൂടും. കറണ്ട് കൗണ്ട് ഈക്വൽ ടു 1, നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂ 1 ആണ്. 1 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 2. സോ കറണ്ട് കൗണ്ട് വാല്യൂ 2 ആവും. 2 എന്ന് പറഞ്ഞ വാല്യൂ അപ്പോഴും മാക്സിമം കൗണ്ടിനേക്കാളും ചെറുതാണ്. സോ അത് പിന്നെയും ആ ഒരു ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാതെ പോകും. പിന്നെ 3ലേക്ക് പോകും, 4ലേക്ക് പോകും. നമ്മൾ ഇതെപ്പോഴാണ് ആ ലൂപ്പ് എൻഡ് ചെയ്യുന്നത്? 10 എന്ന് പറഞ്ഞ കൗണ്ട് കറണ്ട് കൗണ്ടിനകത്ത് വന്നു കഴിയുമ്പോൾ, അതായത് 10 പ്രാവശ്യം ഫിക്സ്ഡ് അപ്ഡേറ്റ് വിളിക്കുമ്പോൾ മാത്രമേ ആ ഒരു ഓപ്പറേഷൻ നന്നാവുള്ളൂ. സോ 10ാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 10 എന്നുള്ള നമ്പർ കറണ്ട് കൗണ്ടിനകത്ത് വന്നു, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അത് ഈക്വൽ ടു ആണ് മാക്സിമം കൗണ്ടിനോട്. സോ അവിടെ ആ ഒരു ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യിക്കും. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴോ എവിടെയാണ് ടെസ്റ്റ് ഉള്ളത്? അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിന്നെ കറണ്ട് കൗണ്ടിൻ്റെ വാല്യൂ 1 കൂടി കഴിഞ്ഞാൽ പിന്നെയും 11 ആവില്ലേ? സോ കറണ്ട് കൗണ്ടിൻ്റെ വാല്യൂ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെയും സെറ്റ് ബാക്ക് ചെയ്ത് ടൈമർ പഴയ പോലെ വയ്ക്കണം. ഓക്കെ, കറണ്ട് കൗണ്ട് ഈസ് ഈക്വൽ ടു 0. സോ ഇപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും കൂടി നമുക്ക് ഫിക്സ്ഡ് അപ്ഡേറ്റ് എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിനകത്ത് കറണ്ട് കൗണ്ട് വാല്യൂ 0 ആണ്. 0 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. കറണ്ട് കൗണ്ട് വാല്യൂ 1 ആവും. 1 എന്ന് പറഞ്ഞാൽ മാക്സ് കൗണ്ടിനേക്കാളും ചെറുതാണ്. ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കയറാതെ പുറത്തേക്ക് പോകും. അടുത്ത പ്രാവശ്യം വരും 2 ആവും, അപ്പോഴും കയറില്ല. അങ്ങനെ പോയി കറണ്ട് കൗണ്ടിൻ്റെ വാല്യൂ 10 ആവും. 10 പ്രാവശ്യം ഫിക്സ്ഡ് അപ്ഡേറ്റ് റൺ ചെയ്യുന്ന സമയത്ത് 10 വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം കൗണ്ട്, അവിടെ ഇൻസ്റ്റാൻഷിയേറ്റ് എന്നൊരു ഓപ്പറേഷൻ നടക്കും. അവിടെ ഒരു പൈപ്പ് നമ്മൾ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് കറണ്ട് കൗണ്ട് വാല്യൂ പിന്നെയും 0 വയ്ക്കും. പിന്നെയും 0 വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? പിന്നെ അടുത്ത പ്രാവശ്യം ഫിക്സ്ഡ് അപ്ഡേറ്റിനകത്ത് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 0 + 1 ഇറ്റ് ഇസ് ഈക്വൽ ടു 0. 0 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ പിന്നെയും കറണ്ട് കൗണ്ട് വാല്യൂ 1 ആവും. പിന്നെയും ഈ ഒരു ഓപ്പറേഷൻ നടക്കാതെ പോകും. സോ ഓരോ 10 ഫ്രെയിമിനകത്തും ഒരു പ്രാവശ്യം പൈപ്പ് ജനറേറ്റ് ആവും. അങ്ങനെയാണ് ഇപ്പോൾ ഈ കോഡ് എഴുതി വെച്ചിട്ടുള്ളത്. സോ നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എന്തോ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഫുള്ള് പൈപ്പ്സിൻ്റെ ഇത് കാണാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര ഡെൻസ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. സോ ക്ലിക്ക് ചെയ്യാം. മാക്സിമം കൗണ്ട് വാല്യൂ 10 എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഓരോ 10 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യമേ പൈപ്പ് ജനറേറ്റ് ആവുന്നുള്ളൂ. ആ ഒരു പൈപ്പുകൾ വന്നതിൻ്റെ ആ ഒരു അകലം കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. സോ നമുക്ക് ഈ 10 എന്നുള്ളത് 100 ആക്കി നോക്കാം. യെസ്, നമ്മുടെ പൈപ്പ് കറക്റ്റ് ആ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതും കുറച്ച് ബോറിംഗ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്.
പൈപ്പ് ഇങ്ങനെയല്ല ജനറേറ്റ് ആവേണ്ടത്. പിന്നെ എങ്ങനെയാണ്? എപ്പോഴും ഒരേ സൈസിൽ തന്നെയാണോ നമുക്ക്, അല്ലെങ്കിൽ ഒരേ ഒരു മിഡ് ലെവലിൽ വെച്ചിട്ടാണോ നമുക്ക് ബേഡിനെ കൊണ്ട് പ്ലേ ചെയ്യിക്കേണ്ടത്? അല്ല. ഈ പൈപ്പിൻ്റെ ഹോള് ഒന്നുകിൽ മുകളിലായിരിക്കും, അല്ലെങ്കിൽ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആ ഒരു ഡയറക്ഷനിൽ എവിടെ വേണമെങ്കിലും ആവാം. സോ അങ്ങനെ വന്നാലേ നമുക്ക് അതിനൊരു ഗെയിം പ്ലേ വളരെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. സോ നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാം. ഓക്കെ, പൈപ്പിൻ്റെ ടോപ്പ് പൈപ്പ് നമുക്ക് സോ ഇത്രയും ഗ്യാപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം നമ്മുടെ ബേഡിന് ഈസിലി അതിൻ്റെ ഉള്ളിൽ കൂടെ ഫിറ്റ് ചെയ്യാനായിട്ട്. സോ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റിനകത്തുള്ള ആ ഒരു ഈ പൈപ്പിനകത്ത് ചേഞ്ച് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ വാല്യൂസ് എടുത്തിട്ട് ടോപ്പ് പൈപ്പിൻ്റെ ഡൗൺ പൈപ്പിൻ്റെ വാല്യൂസ് എടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. നമ്മുടെ പ്രിഫാബിനകത്തുള്ള പൈപ്പ് ഗെയിം ഒബ്ജക്റ്റും നമ്മുടെ ഹൈറാർക്കിൽ യൂസ് ചെയ്യുന്ന പൈപ്പ് ഒബ്ജക്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ ഇത് നമുക്ക് കോപ്പി എടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതാണ് ഒറിജിനൽ പൈപ്പ് ഒബ്ജക്റ്റ്. സോ അത് മനസ്സിലാക്കുക. സോ നമ്മൾ പൈപ്പിൻ്റെ ഗ്യാപ്പ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പൊസിഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ പൈപ്പ് മാനേജറിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പൈപ്പ് മാനേജറിൻ്റെ പൊസിഷൻ എന്താണോ അത് തന്നെയാണ് നമ്മൾ പൈപ്പിന് കൊടുക്കുന്നത്. സോ പൈപ്പ് മാനേജർ ഇരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ഇതിൻ്റെ പൊസിഷൻ തന്നെയാണ് ഈ ഒരു പൈപ്പിനും കൊടുക്കുന്നത്. സോ നമുക്ക് ആ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ പൈപ്പിന് നമ്മുടെ ഗെയിം പൊട്ടാതെ തന്നെ നമുക്ക് ഈ ഒരു ആംഗിൾ വരെയും അതുപോലെ തന്നെ ഇങ്ങേയറ്റം ഈ ഒരു ആംഗിൾ വരെ പോകാം. ഓക്കെ, അതായത് നമ്മുടെ പൈപ്പിൻ്റെ ഹൈറ്റ് -3.1 മുതൽ 13.7 വരെ പൈപ്പിൻ്റെ ഹൈറ്റ് വ്യത്യാസം വരാം. സോ അങ്ങനെ നമ്മൾ വ്യത്യാസപ്പെടുത്തി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ആ സിക്സ് ആംഗ് മോഷൻ ആ പൈപ്പിനിടയിൽ ഉണ്ടാവും. സോ നമ്മളൊരു പുതിയ വേരിയബിൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ്റെ അവിടെ. സോ നമ്മൾ പറഞ്ഞിരുന്നു വേറെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ആകെ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു വൈ ആക്സിസ്, നമ്മൾ ആകെ ചേഞ്ച് ചെയ്യുന്നത് പൈപ്പിൻ്റെ വൈ എന്നുള്ള പൊസിഷൻ മാത്രമാണ്. സോ പൈപ്പ് മാനേജറിൻ്റെ എക്സും പൈപ്പ് മാനേജറിൻ്റെ വൈയും പൈപ്പ് മാനേജറിൻ്റെ ഇസഡും തന്നെ ഇപ്പോൾ കൊടുക്കാം. ന്യൂ വെക്ടർ 3 ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ ഡോട്ട് എക്സ് കോമ ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ ഡോട്ട് വൈ കോമ ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ ഡോട്ട് ഇസഡ്. സോ ഇവിടെ നമ്മൾ എന്താണോ പൈപ്പ് മാനേജറിൻ്റെ പൊസിഷൻസ്, ആ പൊസിഷൻസാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ ഈ ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ ഡോട്ട് വൈയുടെ ഇത് മാറ്റിയിട്ട് നമുക്ക് -3.1 അതായത് ഇങ്ങേയറ്റം നമുക്കൊരു -3 കൊടുത്ത് നോക്കാം. യെസ്, -3 മുതൽ അങ്ങോട്ടേക്ക് മുകളിലേക്ക് 13.8 വരെ ആവാം. സോ ഇവിടെ റാൻഡം ഡോട്ട് റേഞ്ച് -3.1f to 13.8. സോ റാൻഡം ഡോട്ട് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 നമ്പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പറിനെ പിക്ക് ചെയ്യണം. സോ നമുക്ക് പോലും ഇത് അറിയേണ്ട ആവശ്യമില്ല ഏത് നമ്പറാണെന്ന്.
അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ റാൻഡം ഡോട്ട് റേഞ്ച് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ -3.1 മുതൽ 13.8 വരെയുള്ള നമ്പേഴ്സിനുള്ളിൽ സിസ്റ്റം തന്നെ സിസ്റ്റത്തിന് ഇഷ്ടമുള്ള ഒരു നമ്പർ പിക്ക് ചെയ്യും. സോ ആ നമ്പർ ആയിരിക്കും നമുക്കിവിടെ വൈയുടെ പൊസിഷനിൽ കാണാവുന്നത്. സോ നമുക്ക് ഇവിടേക്ക് നമ്മുടെ ഗെയിമിനകത്തേക്ക് വരാം. നമ്മുടെ ഈ പൈപ്പ് ബട്ടൺ ഓഫ് ചെയ്യാം, പ്ലേ കൊടുക്കാം. സോ ഇവിടെ ഓരോ പ്രാവശ്യം പൈപ്പ്സ് ജനറേറ്റ് ആവുന്നത് റാൻഡം ആയിട്ടുള്ള പൊസിഷൻസിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം മുകളിൽ വന്ന പൈപ്പ് പിന്നെ താഴേക്ക് വരുന്നത്. ഈ ഒരു പാത്ത് നിങ്ങൾക്ക് കണ്ട വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് അനലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? -3.1 മുതൽ 13.7 ഇടയിലുള്ള ഏതൊക്കെയോ നമ്പേഴ്സ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ആ നമ്പേഴ്സിനുള്ളിലൂടെയാണ് ഈ പറയുന്ന ആ ഒരു മോഷൻ സാധ്യമാകുന്നത്. അതിനുള്ളിൽ ഏതെങ്കിലും നമ്പറാണ് വൈഡ് ആക്സാണ് പിക്ക് ചെയ്യുന്നത്. സോ ഇവിടെ എടുക്കുകയാണെങ്കിൽ 2.4 വന്നിട്ടുണ്ട്, -0.1 വന്നിട്ടുണ്ട്, 2.1, 7.4, 4.7, 3.5, 8.7 അങ്ങനെ പല പല നമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ പൈപ്പിൻ്റെ മോഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പ്രിഫാബ്സ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ പൈപ്പിൻ്റെ മൂവ്മെൻറ്റ് സിഗ്സാങ് ആയിട്ട് റാൻഡം പൊസിഷനിൽ എങ്ങനെ വരണം എന്നുള്ളതും നമ്മൾ ഈ ടോപ്പിക്കിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ അന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആയിക്കോട്ടെ കമൻസിലും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അറിയിക്കുക. ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കണമെന്ന് ആഗ്രഹമായിട്ട് നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കാണെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്ക് 100% ഇത് ഉപകാരപ്രദമാകും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് നന്ദി, നമസ്കാരം, താങ്ക് യു.